വെൽക്കം ടു നൈൽ കാർട്ട്. ഈ ഒരു ബിസിനസ്സിലൂടെ എങ്ങനെ വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ ഒരു ബിസിനസ്, നൈൽ കാർട്ട് എന്ന് പറയുന്ന കമ്പനി എന്താണെന്നും ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ പ്രസൻറ്റേഷനാണ്. കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2025 സെപ്റ്റംബർ 22-നാണ് കമ്പനി രജിസ്ട്രേഷൻ. ഓഫീസ് വരുന്നത് തമിഴ്നാട് ഹൊസൂറാണ്. കമ്പനി ഫൗണ്ടർ വിജയമുരുകൻ സാറ് 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ 30 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെ ഒരു മിഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതിലൂടെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ ഷോപ്പിയായിട്ട് മാറുക. കമ്പനി ലീഗൽ ഡോക്യുമെൻറ്റ്സ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഫെമിലിയറായിട്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ. ഇതേപോലെ തന്നെ സെയിം ഓൺലൈൻ ഷോപ്പാണ് നൈൽ കാർട്ട്. ഇപ്പം തന്നെ ഏകദേശം ലോഞ്ചിങ്ങിനടുത്ത് ഏകദേശം 7,000-ത്തിനടുത്ത് 6,000-ത്തിന് മുകളിലെ പ്രൊഡക്റ്റുകൾ കമ്പനിയിൽ കയറുകയാണ്. നമുക്കിനി ഇവിടെ എന്താണ് ബെനിഫിറ്റ്, അതാണ് നമ്മളിനി അറിയേണ്ടത്. കമ്പനി ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. കസ്റ്റമർ ബെനിഫിറ്റ് അല്ല, പ്രിവിലേജ് കസ്റ്റമർ ബെനിഫിറ്റ്. അതിന് കമ്പനി പറയുന്നത് 780 രൂപയ്ക്ക് നമ്മൾ ID ആക്ടിവേഷൻ ചെയ്യണം. ഈ 750 രൂപ എന്തിന് നമ്മൾ കമ്പനിയിൽ കൊടുക്കുന്നു? കമ്പനിയുടെ ഒരു പ്രിവിലേജ് കസ്റ്റമർ, ഒരു പാർട്ട്ണർഷിപ്പാണ്. 750 രൂപ ഒരു 75 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് കമ്പനി നമുക്ക് ഇൻകം പ്ലാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഈ 750 രൂപ നമ്മൾ കൊടുത്തല്ലോ, അതിന് കമ്പനി നമുക്ക് സ്പോട്ടിൽ സർവീസുകൾ തരുന്നുണ്ട്. റീചാർജ് റെഡീം വാലറ്റ് നമുക്ക് 750 തന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകൾ 2% ഡിസ്കൗണ്ടിൽ നമുക്ക് റീചാർജ് ചെയ്ത് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് വാലറ്റിൽ 750 കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ സെൽഫ് പർച്ചേസിന് 50% നമുക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാം. 1000 രൂപയുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ 500 രൂപ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ബാക്കി 500 രൂപയ്ക്ക് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നമുക്ക് ഷോപ്പിംഗ് വാലറ്റ് കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ 750 സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 2,250 ബെനിഫിറ്റാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഈ അഡ്വാൻസ് ബിൽ 750 രൂപ 90 ഡേയ്സ് ടൈമിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ബിസിനസ്സിൽ വന്നു, നമ്മൾ ആക്ടിവേറ്റ് ആക്കി, കുറേ ബെനിഫിറ്റുകൾ കിട്ടി. പക്ഷേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. അതിന് കമ്പനി പറയുന്നത് ഇതിൻ്റെ പ്രൊമോട്ടർ ബെനിഫിറ്റ്. നമ്മളാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ള പല കമ്പനികളിലും ഇപ്പം ബ്രാൻഡായിട്ടുള്ള ഏത് കമ്പനി നമ്മൾ എടുത്തോളൂ, ഇപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട്. കൊക്കക്കോള ആയിക്കോട്ടെ, ബൂസ്റ്റ്, ഹോർലിക്സ്, പലരും സെലിബ്രിറ്റികളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ സെലിബ്രിറ്റികൾക്ക് ലക്ഷങ്ങളും കോടികളുമാണ് ആ കമ്പനികൾ എന്ത് ചെയ്യുന്നത്, പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ. പക്ഷേ ഇവിടെ ഈ കമ്പനി ചെയ്യുന്നത് സാധാരണ ജനങ്ങളിലൂടെ ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിലൂടെ ആ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി 6 തരത്തിലാണ് വരുമാനം കൊടുക്കുന്നത്. ആദ്യത്തെ വരുമാനമാണ് ബൈനറി ഇൻകം, ടീം ഡെവലപ്മെൻറ്റ് ഇൻകം, ഫസ്റ്റ് ഇൻകം. ഒരു വ്യക്തിക്ക് ഒരു ഐഡിയിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, 3 ഐഡിയിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 750 ഒരു സൈറ്റ് എടുത്തും സ്റ്റാർട്ട് ചെയ്യാം. അതേസമയം 750 3 സൈറ്റ് 2,250 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പ്രിഫർ ചെയ്യാറ് 3 ഐഡിയിൽ നിങ്ങൾ ബിസിനസ് വരും. നമ്മളിത് ബിസിനസ് ചെയ്യാനല്ല വരുന്നത്. അപ്പോൾ 3 ഐഡിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വർക്കിൻ്റെ 3 ഇരട്ടി വരുമാനം ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലത്തെ ഇൻകം ബൈനറി ഇൻകം അഥവാ ലൈവ് ടീം ബോണസ് ഇൻകം നമുക്ക് തരുന്നത് മണിക്കൂറിൽ 1,000 രൂപ വെച്ചിട്ടാണ് തരുന്നത്. അതായത് ഒരു പെയറിന് 200 രൂപ വെച്ചിട്ട് 5 പെയറിൻ്റെ ഇൻകം ഒരു മണിക്കൂർ തരുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു ഐഡിയയിലൂടെ മാക്സിമം ഒരു ദിവസം 24,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. 3 ഐഡിയ ആണെങ്കിൽ 24,000 വെച്ച് 3 ഐഡിയയിൽ ഏൺ ചെയ്യാം. 72,000 രൂപ പെർ ഡേ ഒരു 3 ഐഡിയയിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് മന്ത്ലി നോക്കുവാണെങ്കിൽ ഒരു ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് 7,20,000 മന്ത്ലി ഇൻകവും. അതേസമയം 3 ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് 4 ടീമിനെ ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 21,60,000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് സെക്കൻഡ് ഇൻകമാണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇൻകം. ഏറ്റവും കൂടുതൽ വരുമാനം കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് തന്നിട്ടുള്ള പ്ലാൻ ഇതാണ്. അതായത് നമുക്കിവിടെ 10 റാങ്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 5 സ്റ്റാറിൻ്റെ വരെ 5 സ്റ്റാർ റാങ്ക് വരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെവലിൽ നമ്മളൊരു ഡയറക്റ്റ് 10 പേരെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ 10 പേരുടെ 1 സ്റ്റാർ റാങ്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് സമയത്ത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് റീചാർജ് ചെയ്യാനും ഷോപ്പ് ചെയ്യാനുള്ള വാലറ്റ് ഫണ്ട് ആ കമ്പനി ആഡാക്കി കൊടുത്തിട്ടുണ്ടാവും. റീചാർജ് മീൻസ് 2% നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ 2% റെഡീം ചെയ്തെടുക്കാൻ പറ്റും, ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മുടെ ടീമുകൾ ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ 10 പേരുണ്ടെങ്കിൽ ഒരാൾ 500 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവൽ നമുക്ക് 5,000 രൂപ കിട്ടും. അതേപോലെ നമ്മുടെ സെക്കൻഡ് ലെവൽ ഈ 10 പേര് കൊണ്ടുവന്ന വ്യക്തികളിലൂടെ ഒരു 100 പേരുണ്ടാവും സെക്കൻഡ് ലെവൽ. ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ആ 10 പേർക്ക് നോളജും ഇതിനെക്കുറിച്ചുള്ള അറിവും കൊടുത്താൽ മാത്രം മതി നമുക്കിതൊരു പാസീവ് ഇൻകമായിട്ട് മാറുന്നതാണ്.
അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെവൽ 100 ഉണ്ടാവും. 100 പേര് സെക്കൻഡ് റാങ്ക് ആയിട്ടുള്ള 1000 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 1,00,000 റുപ്പീസ് നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ലെവൽ 1000 പേരുണ്ടാവും. മൂന്നാമത്തെ ലെവൽ റാങ്ക് 1500 അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 15 ലക്ഷം രൂപ 1000 പേര് മൂന്നാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 15 ലക്ഷം രൂപ 100% നമുക്ക് തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, വരുമാനം തരുന്നത്. നാലാമത്തെ ലെവലിൽ ഒരു 10,000 പേരുണ്ടെങ്കിൽ 2,000 രൂപ വെച്ച് അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 10,000 പേരിൽ നിന്ന് നമുക്ക് 2 കോടിക്കടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഇൻകമാണ് സെൽഫ് പർച്ചേസ് ഇൻകം. അതായത് പേഴ്സണൽ പർച്ചേസ്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് കമ്പനി ഒരു പെർസെൻറ്റേജ് മാറ്റി വെക്കുന്നുണ്ട്. ആ എമൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 250 PVക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ 250 രൂപ നമുക്ക് ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഇൻകമാണ് റീപർച്ചേസ് ടീം ബോണസ്. നമ്മൾ ഓൾറെഡി ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ടീം ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് ഒരു ദിവസം റീപർച്ചേസിലൂടെ മാക്സിമം ഒരു ഐഡിയിലൂടെ 5,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇതേ സമയം എനിക്ക് ഒരു ദിവസം 1,00,000 PVയുടെ സെയിൽ ലെഫ്റ്റിലും 1,00,000 PVയുടെ സെയിൽ റൈറ്റിലും നടന്നു. കാര്യം അങ്ങനെ നടക്കാം. കാര്യം ഇന്ന് നമുക്കറിയാം പല ഓൺലൈൻ ഷോപ്പുകളും ഡെയിലി കോടികളുടെ ടേൺ ഓവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അവനവന് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ 1,00,000 എനിക്ക് വോളിയം മാച്ചായി കഴിഞ്ഞാൽ എനിക്ക് കമ്പനി 1,00,000 വരുമാനം തരണം. പക്ഷേ കമ്പനി എനിക്കിവിടെ 5,000 തരുള്ളൂ. എന്താണ് ഇവിടെ ലിമിറ്റ് എന്ന്, ബാക്കി 95,000 കമ്പനി എടുക്കും. കാര്യം ഇവിടെ കമ്പനിയുടെയൊക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ്. അതേപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആശയമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ഐഡിയയിലൂടെ മാത്രം നമുക്ക് 5,000 3 ഐഡിയ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. 3 ഐഡിയയിലൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ 5,000 × 3 15,000 നമുക്ക് ഏൺ ചെയ്യാം. മന്ത്ലി ഒരു 4,00,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, റീപർച്ചേസ് ടീം ബോണസ് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത 5ാമത്തെ ഇൻകമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾ, നമ്മുടെ 5 ലെവലിലുള്ള ആളുകളിൽ നിന്നും അവർ മേടിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് 50%. എക്സാമ്പിൾ ഞാൻ ഒരു 10 പേരെ ഡയറക്റ്റ് കൊണ്ടുവന്നു. ആ 10 പേരും റീപർച്ചേസ് ടീം ബോണസ് 5,000 രൂപ വെച്ച് ഏൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ മേടിക്കുന്നതിൻ്റെ 50%, 2,500 രൂപ വെച്ചിട്ട് 10 പേരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന 10 പേരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും 25,000 രൂപ. അതുപോലെ തന്നെ ആ വ്യക്തികൾ കൊണ്ടുവന്നിട്ട് അവരുടെ സെക്കൻഡ് ലെവൽ 20%, അവരൊരു 10,000 രൂപ വെച്ചിട്ട് ഏൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ 20% എന്ന് പറയുന്നത് 2,000 രൂപ. ഒരു 100 പേരുണ്ടെങ്കിൽ 2,000 × 100 ഏകദേശം 2,00,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ലെവൽ അങ്ങനെ 5 ലെവലുണ്ട്. അതാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. അമേസിങ് ഇൻകം. നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അഥവാ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് ഇതേപോലുള്ള പ്ലാനുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് റീപർച്ചേസ് ഉള്ള പ്ലാനുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ റീപർച്ചേസ് കമ്പൽസറി ആയിട്ട് നടക്കുകയും ചെയ്യും. കാര്യം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% പർച്ചേസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻകമാണ് റാങ്ക് ആൻഡ് റിവാർഡ്സ്. നമ്മൾ ഇവിടെ 6 തരത്തിലുള്ള റാങ്ക് ഉണ്ട്. നമ്മൾ 2,00,000 PV മാച്ചിങ് ആക്കി കഴിഞ്ഞാൽ, റീപർച്ചേസിൽ മാച്ചിങ് ആക്കി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അച്ചീവറായി. ഇതേപോലെ നമ്മുടെ 2 സൈഡിലും 2 ലാപ്ടോപ്പ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫോറിൻ ട്രിപ്പ് അച്ചീവറായി. 2 ഫോറിൻ ട്രിപ്പ് അച്ചീവേഴ്സിനെ അപ്പുറം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് അച്ചീവറായി. ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവരെ അച്ചീവേഴ്സാക്കി മാറ്റി വരുമാനത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി. കൂടെ വരുന്നതിനെ വളരാൻ വേണ്ടിയിട്ടുള്ള നോളജും സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ പ്ലാൻ. അതും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാര്യം ഏതൊരു വ്യക്തിക്കും 750 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് നൈൽ കാർട്ട്. പിന്നെ റിസ്ക് എന്ന് പറയുന്നത് 0 റിസ്ക്കാണ്. ഒരു റിസ്ക്കും ഇല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. പിന്നെ നമുക്ക് ഈ ബിസിനസ് പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഇത് ഫുൾ ടൈമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഡെയിലി 5,000 10,000 അടുത്ത് ഇൻകം ഡെയിലി ഏൺ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. കാര്യം നമുക്ക് നമ്മുടെ ഫാമിലിയോട് ചേർന്ന് ചെയ്യാൻ പറ്റും. ടൈം ഫ്രീഡം ഉണ്ട്. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന എഫേർട്ട് നാളെ ഈ ടീമിലൂടെ വരുന്ന കംപ്ലീറ്റ് സെയിലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി വരുമാനം തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആൻഡ് പേഴ്സണലി ഫ്രീഡം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസും വേണ്ട ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത്രാം ക്ലാസ് പഠിച്ചുള്ളൂ, ഇന്ന സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. വരിക, ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവും. പഠിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ എല്ലാ ദിവസവും 5 ലാംഗ്വേജിൽ സൂമിലൂടെ പ്രസൻറ്റേഷൻ, ഈ ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ തരുന്നുണ്ട്. പഠിക്കുക, പ്രവർത്തിക്കുക, വിജയിക്കുക. അതാണ് ഈ ബിസിനസ്സിന് സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ ഫോർമുല. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന പണം മാത്രമല്ലല്ലോ, നമുക്ക് സമാധാനമായിട്ടുള്ളൊരു ലൈഫാണ്. അതിന് നമുക്ക് എന്തുണ്ടാവണം, ആരോഗ്യമായിട്ടുള്ള ശരീരം ഉണ്ടാവണം, വെൽത്ത് ഉണ്ടാവണം. വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായിട്ടല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും, ഇത് 3 തരത്തിലും ഉണ്ടായിരിക്കണം നമുക്ക് വെൽത്ത്. അതേപോലെ തന്നെ നോളജ്, നല്ല അറിവുകൾ ഉണ്ടായിരിക്കണം, നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, സോഷ്യലി കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സമാധാനപരമായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ 5% ടാക്സ്.
കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ചാർജായിട്ട് 5% കമ്പനി ബാങ്ക് വിഡ്രോൾ ചെയ്യുന്ന സമയത്ത് 5% സർവീസ് ചാർജ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% പർച്ചേസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് 1 ലക്ഷം കിട്ടിയോ 10,000 രൂപ ഞാൻ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പർച്ചേസിങ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി റണ്ണിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഡ്രോവൽ, നമുക്ക് കിട്ടിയ വരുമാനം നമുക്ക് എല്ലാ ദിവസവും രാത്രി 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി ഉള്ള ടൈമിൽ നമുക്ക് വിഡ്രോൾ ചെയ്യാം. മിനിമം 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഹൊസൂറാണ് ഓഫീസ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ഒന്നും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ 750 രൂപയ്ക്ക് ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണക്കാരനും, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ബിസിനസ് എന്തും ചെയ്യുന്നവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 750 രൂപയ്ക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാനാണ്. കോടികൾ വെറും 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് ഞാൻ ഏൺ ചെയ്ത് കഴിഞ്ഞു. കാര്യം ഇവിടെ ആദ്യത്തെ ഒരു 10 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ നമുക്ക് പണിയുള്ളൂ. പിന്നെ നാളെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ഈ ടീമിലൂടെ നമുക്ക് വരുമാനമാണ്. കാര്യം ലിവറേജ് കിട്ടും, ടൈം ലിവറേജ്. ഒരു ദിവസം ഒരു വ്യക്തിക്ക് എത്രയാണ്, മാക്സിമം 24 മണിക്കൂറല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ ടൈം നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് 750 സ്റ്റാർട്ട് ചെയ്താൽ ഒരു 75 ലക്ഷം രൂപ മുടക്കിയ മൈൻഡ് സെറ്റിൽ നമ്മളിത് എന്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ 750 രൂപയിലേ ഉള്ളൂ, അങ്ങനെ ചെയ്യേണ്ട. കാര്യം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ പ്രൊജക്റ്റാണ്, പ്ലാനാണ്. ഓക്കെ, ഫസ്റ്റിലത്തെ ഇൻകമായിട്ടുള്ള ടീം ബോണസിൽ നിന്ന് മാത്രം നമുക്ക് 21,60,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ഏഡിൽ ബൈനറി ഇൻകം മാത്രം. പിന്നെ ലെവൽ അപ്ഗ്രേഡ് ബോണസ് 10 ലെവലിൽ നിന്ന്, അത് അൺലിമിറ്റഡ് ആണ്. 2 കോടിയോ 3 കോടിയൊക്കെ ഉണ്ടാക്കുക 1-2 വർഷം തന്നെ ധാരാളം ടീം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ചെയ്യുന്ന സെൽഫ് പർച്ചേസിന് എത്രയാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഇൻകം നമുക്ക് തിരിച്ചു തരുന്നു. പിന്നെ റീപർച്ചേസ് ടീം ബോണസ് മാസം 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ലിമിറ്റാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് ലീഡർഷിപ്പ് ടെക് മാച്ചിങ് ബോണസ് ഉണ്ട്. നമ്മുടെ ടീം മേടിക്കുന്നതിൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര % നമുക്ക് തരുന്നുണ്ട്. പിന്നെ റാങ്ക് ആൻഡ് റിവാർഡ്സ്, അങ്ങനെ ഒരുപാട് തരത്തിൽ 5-6 തരത്തിലുള്ള വരുമാനം തരുന്നതുണ്ട്. നമ്മൾ ഏതൊരു വ്യക്തിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, അതിൻ്റെ ലീഗാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, കമ്പനി പ്രോഫിറ്റ്, കമ്പനി ബെനിഫിറ്റ്, ഇൻകം പ്ലാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. പഠിച്ചതിന് ശേഷം ബിസിനസ് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യുക, നല്ല വരുമാനം ഉണ്ടാക്കുക. എല്ലാം താങ്ക് യു സോ മച്ച്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചത് ആ വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക.